എല്ലാ കൂട്ടുകാർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ അങ്കിളിൻ്റെ സ്നേഹം നിന്നത്തെ അറിയിക്കുന്നു. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ആ, വെരി ഗുഡ്. യെസ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ദൈവവചനം പഠിച്ചു വരികയായിരുന്നു. എക്സൽ ഓൺലൈൻ സൺഡേ സ്കൂളിലൂടെ നമ്മൾ പഠിക്കുന്ന ദൈവപഠങ്ങൾ, ദൈവവചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ പതിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ദൈവം അതുപോലെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിച്ചു വന്ന പാഠങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? വെരി ഗുഡ്. അത് ഓർത്തിരിക്കുക. തുടർന്ന് അതിൻ്റെ ബാക്കിയായിട്ടാണ് നമ്മൾ വീണ്ടും പഠിച്ചു പോകുന്നത്. അപ്പോൾ ഇന്ന് അങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് കണ്ണടച്ച് പ്രാർത്ഥിക്കണ്ടേ? പ്രാർത്ഥിക്കാം. കണ്ണുകളടയ്ക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ സ്വർഗത്തിലെ അപ്പച്ച, അങ്ങയുടെ പാദപീഠത്തെങ്കിൽ ഒരുമിച്ച് കടന്നു വരുവാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തുതിക്കുന്ന കർത്താവേ സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം പഠിക്കുവാൻ, അത് പഠിപ്പിക്കുവാൻ അടിയങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തുമാറാകണം കർത്താവേ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ നീ അനുഗ്രഹിക്കുമാറാകണം. അത് ദൈവവചനം പഠിക്കുന്നത് അവരുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ കർത്താവേ. അവരുടെ മുമ്പോട്ടുള്ള യാത്രയിൽ ദൈവവചനം അവരുടെ കാലിന് ദീപമായി, പാതയ്ക്ക് പ്രകാശമായി ഒക്കെ തീരട്ടെ കർത്താവേ. നീ അവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കുമാറാണ് കർത്താവേ. എല്ലാവരെയും അനുഗ്രഹിക്കണം. കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണം, സഹോദരങ്ങളെ അനുഗ്രഹിക്കണം. എല്ലാവരും അവരുടെ സ്കൂളുകളിൽ പഠിക്കുന്നിടത്ത് ഏത് സ്ഥലങ്ങളിലായിരുന്നാലും അവനെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണം കർത്താവേ. ദൈവത്തിനെ പഠിക്കുന്നത് അവരുടെ പ്രയോജനമുള്ളവരായി തീരട്ടെ കർത്താവേ. സഭയ്ക്ക്, സമൂഹത്തിന് ഒക്കെ പ്രയോജനമുള്ളവരായി തീരട്ടെ. അവരുടെ കുടുംബത്തിന് അവർ പ്രയോജനമുള്ളവരായി തീരട്ടെ കർത്താവേ. പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മെ സഹായിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പാഠങ്ങളൊക്കെ പഠിച്ചില്ലേ? കഴിഞ്ഞ ആഴ്ചത്തെ വാക്യം പഠിച്ചോ നിങ്ങളെല്ലാവരും? അറിയാവുന്നവർക്ക് ചേർന്ന് പറഞ്ഞേ, കേൾക്കട്ടെ. യെസ്, വെരി ഗുഡ്. അപ്പോൾ ഈ ആഴ്ചയിൽ നമുക്ക് മനപ്പാഠം പഠിക്കണം. വേദഭാഗമുണ്ട്, അതെല്ലാം വായിക്കുകയും വായിച്ച് കേൾപ്പിക്കുകയും ഒക്കെ വേണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വായിക്കാനൊക്കെ അറിയാവുന്നവരല്ലേ? യെസ്. അപ്പോൾ നിങ്ങൾ മലയാളം ബൈബിളിൽ എടുക്കുക. ബൈബിളിൽ നമ്മൾ ഇന്നത്തെ വേദഭാഗമായി നമ്മൾ എടുത്തിരിക്കുന്നത് യോശുവയുടെ പുസ്തകം 7-ാം അധ്യായവും 8-ാം അധ്യായവുമാണ് നമ്മളിന്ന് വായിക്കാനും പഠിക്കാനും ഒക്കെ ആയിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് നടക്കുന്ന, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് വലിയ ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ, ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ നടന്ന മറ്റൊരു വലിയൊരു സംഭവമാണ്. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ പഠിച്ചത് എന്താണ്? എരിഹോ പട്ടണത്തെ യുദ്ധത്തിൽ തോൽപ്പിച്ച, അല്ലെങ്കിൽ എരിഹോ പട്ടണത്തെ കീഴടക്കിയ ഇസ്രായേലിനെ ദൈവം എങ്ങനെയാണ് സഹായിച്ചത് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത് അല്ലേ? കഴിഞ്ഞ ആഴ്ച എങ്ങനെയാണ് ഇസ്രായേൽ എരിഹോ പട്ടണത്തെ തകർത്തത്? ഉറക്കെ പറയുന്നു. എങ്ങനെയായിരുന്നു? ഒരു വലിയ കമ്പും കടാരയൊക്കെ ആയിട്ട് അതിനെ പിടിച്ച് പൊളിക്കുമായിരുന്നു എരിഹോ മതിൽ? അല്ല, പിന്നെ എങ്ങനെയാ? എരിഹോവിൻ്റെ പട്ടണത്തെ കീഴടക്കാൻ ദൈവമാർക്ക് പറഞ്ഞു കൊടുത്ത മാർഗം, ആദ്യമേ ആയുധപാണികൾ അവർ മുമ്പിൽ പോകണം. അതിന് പിന്നാലെ പുരോഹിതന്മാർ, 7 ആട്ടിൻകൊമ്പിൻ്റെ കാഹളം എടുത്തുകൊണ്ടുള്ള പുരോഹിതന്മാർ അതിന് പിന്നാലെ പോകണം. അതിന് പിന്നാലെ ആര് പോകണം? യഹോവയുടെ പെട്ടകം ചുമക്കുന്നത് പെട്ടകം പോകണം. പെട്ടകവും പുരോഹിതന്മാർ പോകണം. അതിന് പിന്നാലെ ബാക്കിയുള്ളവർ പോകണം. ഇവരെങ്ങനെയാണ് പോകേണ്ടത്? എവിടെയാണ് പോകേണ്ടത്? പറഞ്ഞേ കേൾക്കട്ടെ. യെസ്, വെരി ഗുഡ്. ഒരു ദിവസം ഈ എരിഹോ മതിലിനെ ചുറ്റി കറങ്ങി വരണം. 2ാമത്തെ പ്രാവശ്യം അതുപോലെ ചുറ്റി കറങ്ങി വരണം. അങ്ങനെ 1 മുതൽ 6 ദിവസം വരെ ഓരോ പ്രാവശ്യം ചുറ്റി അവർ തിരിച്ചെന്ത് ചെയ്യണം? അവരുടെ പാളയത്തിലേക്ക് മടങ്ങി വരണം. 7ാമത്തെ ദിവസം അവരെങ്ങനെയാണ് ചെയ്യേണ്ടത്? 7ാമത്തെ ദിവസം 7 പ്രാവശ്യം ചുറ്റി അവർ ആ പാളയത്തിൽ 7 പ്രാവശ്യം ചുറ്റി. അതിനുശേഷം യോശുവ ആർപ്പിടാൻ ജനത്തോട് പറയുമ്പോൾ എന്ത് ചെയ്യണം? ജനം ഉച്ചത്തിൽ ആർപ്പിടണം. ആ സമയത്ത് എന്താ വലിയൊരു അത്ഭുതം നടന്നത്? ആ സമയത്ത് അവരുടെ മുമ്പിലുണ്ടായിരുന്ന വലിയ എരിഹോ മതിൽ എന്ത് ചെയ്തു? ആ കോട്ട തകർന്നു വീണു. ആ തകർന്നു വീണ സമയത്ത് ഇസ്രായേൽ ജനമെല്ലാം നേരെ അതിനകത്തേക്ക് കയറി ചെന്ന് അവരായി കോട്ട പിടിച്ചടക്കി, കീഴടക്കി. ഈ സമയത്ത് ഇവരെ രക്ഷിച്ച, പണ്ട് ഇസ്രായേൽ ജനത്തെ 2 ആളുകൾ വന്ന് ഒറ്റുനോക്കാൻ ഈ എരിഹോ പട്ടണത്തിൽ വന്നു. അവരെ സംരക്ഷിച്ച സ്ത്രീയെ, രാഹാബിനെയും കൂട്ടരെയും എന്ത് ചെയ്തു? രാഹാബിൻ്റെ കൂടെയുള്ള ആളുകളെയൊക്കെ എന്ത് ചെയ്തു? ഇവർ കൊടുത്ത വാക്കിൻ പ്രകാരം, ഇവർ ചെയ്ത സത്യത്തിൻ്റെ പ്രകാരം അവരെ കുടുംബത്തോടെ എന്ത് ചെയ്തു? ഇസ്രായേൽ പാളയത്തിലേക്ക് ജീവനോടെ അവരെ എന്ത് ചെയ്തു? ശേഷിപ്പിച്ചു. എരിഹോ കോട്ടയിൽ നിന്നും ഒന്നും എടുക്കരുതെന്ന് ദൈവം കൽപ്പിച്ചതുകൊണ്ട് അവരൊന്നും എടുത്തില്ല. ആലയത്തിലേക്കുള്ള സ്വർണം, വെള്ളി, പാത്രം, അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം എന്ത് ചെയ്തു? ആലയത്തിൻ്റെ ഭണ്ഡാരത്തിലേക്ക് മാത്രം മാറ്റി. വേറെ ഒന്നും എടുക്കരുത്. മൊത്തം അശുദ്ധമാകിയാൽ
നിർമൂലനാശം വരുത്താനായിട്ട് ദൈവം എന്ത് ചെയ്തു? യോശുവയോട് പറഞ്ഞു. അതിൻ പ്രകാരം യോശുവ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞതുകൊണ്ട് അവർ ആ കോട്ടയ്ക്കുള്ളിൽ നിന്ന് യാതൊന്നും എടുത്തില്ല. തന്നെയുമല്ല, ആ കോട്ടയെ നശിപ്പിച്ചു. ദൈവം അവർക്ക് വലിയൊരു ജയം നൽകുകയും ചെയ്തു. ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിച്ചു വന്നത്. ഇന്ന് അതിനുശേഷം എരിഹോ പട്ടണത്തെ പിടിച്ചതിന് ശേഷം ഇവർ അടുത്ത ഒരു ചെറിയ പട്ടണമായ ഹായ് പട്ടണം പിടിച്ചടക്കുവാനായി പോകുകയാണ്. അപ്പോൾ അങ്കിൾ പറയുന്ന ഈ കഥ ശ്രദ്ധിച്ച് കേട്ടോ. കഥയല്ല, അങ്കിൾ നേരത്തെ പറഞ്ഞു, കഥയല്ല, ഇതൊരു സംഭവ ചരിത്രമാണ്. ഇത് നമുക്ക് ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഈ ഹായ് പട്ടണം പിടിച്ചടക്കുവാനായിട്ട് അവർ യാത്രയാവുകയാണ്. എരിഹോ പട്ടണം എന്ന് പറയുന്നത് വലിയ പട്ടണമാണ്. വലിയ പട്ടണം അവർ പിടിച്ചടക്കാൻ എന്തെങ്കിലും അവർ ആയുധമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തോ? ഇല്ല, സാഹസികമായി അവരൊന്നും ചെയ്തില്ല. മറിച്ച് ദൈവം പറഞ്ഞതനുസരിച്ച് യഹോവ പറഞ്ഞതനുസരിച്ച് മാത്രം അവർ ചെയ്തു. പട്ടണത്തെ ചുറ്റി നടന്നു. അവർ ഒരുമിച്ച് ആർപ്പിട്ടപ്പോൾ മതിൽ തകർന്നു. അത്രയും വലിയ പട്ടണത്തെ പിടിക്കുവാൻ വളരെ സിമ്പിളായി കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇസ്രായേൽ ജനത്തിൻ്റെ ഉള്ളിൽ അവരുടെ മൂപ്പന്മാരുടെ ഇടയിലൊക്കെ ഒരു ചെറിയ ചിന്ത വന്നു. നമുക്ക് ഹായ് പട്ടണം ഈ എരിഹോ പട്ടണത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ചെറുതാണ്. നമ്മൾ ഈ യുദ്ധം ചെയ്യുന്ന, അല്ലെങ്കിൽ ഞാൻ പറയട്ടെ, നമ്മളെക്കാട്ട് വലിയ, ഇപ്പോൾ അങ്കിളിനെയൊക്കെ പോലെ തടിയൊക്കെ ഉള്ള ഒരാളുടെ അത്രയൊക്കെ ഉള്ള ഒരാളെ നിങ്ങൾക്ക് ഇടിച്ചിടാൻ പറ്റിയാൽ, അങ്കിൾ പറയാം, ഈ അങ്കിളിനെ പോലെ തടിയൊക്കെ ഉള്ള ഒരാളെ നിങ്ങൾ ഇടിച്ചിടാൻ പറ്റിയാൽ നിങ്ങളെക്കാട്ട് ചെറിയ ഒരാളെ ഇടിച്ചിടാൻ നിങ്ങൾക്ക് പാടാണോ? അല്ല. ഇടിക്കണമെന്നല്ല അങ്കിൾ പറഞ്ഞത്, ഇടിക്കാൻ വേണ്ടിയല്ല പറഞ്ഞത്. അങ്കിൾ ഒരു ഉദാഹരണം പറഞ്ഞ, അങ്കിളിനെ പോലുള്ള ഇച്ചിരി വലിയ ആൾ, അല്ലെ അങ്കിളിനെക്കാട്ടി തടിയുള്ളൊരു മനുഷ്യനെ നിങ്ങൾ ഇടിച്ച് മറിച്ചിട്ടാൽ നിങ്ങളെക്കാട്ടിലും ചെറിയ ഒരാളെ നമുക്ക് തെള്ളിയിട്ടാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് കഴിയും, ഇല്ലേ? അപ്പം ഇതേപോലെയാണ് ഇസ്രായേൽ ജനവും യോശുവയോട് പറഞ്ഞത്. എരിഹോ കോട്ട എന്ന് പറയുന്നത് വലിയൊരു കോട്ടയായിരുന്നു, വലിയ കോട്ടയായിരുന്നു. ആ കോട്ട ഇടിച്ചിടാൻ നമുക്ക് വളരെ നിസ്സാരമായിട്ട് കഴിഞ്ഞു. ദൈവം നമ്മോട് കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് വളരെ നിസ്സാരമായിട്ട് കഴിഞ്ഞു. പക്ഷേ ഈ ഹായ് എന്ന് പറയുന്ന പട്ടണം വളരെ ചെറിയ പട്ടണമാണ്. അത് പിടിച്ചെടുക്കാൻ നമ്മൾ എല്ലാവരും കൂടെ എന്ത് ചെയ്യണ്ട, പോകണ്ടേ? യുദ്ധത്തിന് പോകുമ്പോൾ എല്ലാവരും കൂടെ പോകേണ്ട അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ നമുക്ക് കുറച്ച് പേരെ മാത്രം തിരഞ്ഞെടുത്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ ഹായ് ജയിച്ചടക്കുവാൻ വേണ്ടിയിട്ട് 2000-3000 പേര് മാത്രം പോയാൽ മതി എന്ന് അവരൊരു തീരുമാനത്തിലെത്തി. ബാക്കിയുള്ളവരൊക്കെ യുദ്ധം ചെയ്ത് ക്ഷീണിച്ച് വന്നിരിക്കല്ലേ, എരിഹോ പട്ടണം പിടിച്ച് ക്ഷീണിച്ച് വന്നിരിക്കുക. അപ്പോൾ അവർ റെസ്റ്റ് എടുക്കട്ടെ, നമുക്ക് 2000-3000 പേര് വല്ലതും പോയി ആ ഹായ് പട്ടണം അങ്ങോട്ട് ചെന്ന് പെട്ടെന്ന് പിടിച്ചടക്കിയിട്ട് തിരിച്ചിഞ്ഞ് വരാം എന്ന് പറഞ്ഞ് അവർ ചിന്തിച്ച് എന്ത് ചെയ്തു? അവർ ഹായ് പട്ടണത്തിന് നേരെ ആക്രമണത്തിനായി ചെന്നു. ഇവരവരോട് ചെന്ന് യുദ്ധം തുടങ്ങി. ഭയങ്കര ഒരു സംഭവം ഉള്ളത് എന്തെന്നറിയാമോ? ഇവരങ്ങോട്ട് ചെല്ലുകയും യുദ്ധം തുടങ്ങിയ, പക്ഷേ എന്താണെന്നറിയത്തില്ല, ഹായ് പട്ടണത്തിലെ ആളുകൾ ഓടി വന്ന് ഇസ്രായേൽ ജനം ദേണ്ട വരുന്നത് അവന്മാർ ഓടിക്കടാ ബെറ്ററാന്ന് പറഞ്ഞിട്ട് തിരിച്ച് അവരിങ്ങോട്ട് ഓടിച്ചു. ഇസ്രായേൽ ജനം 2000-3000 ഇവരങ്ങോട്ട് ചെന്നത് പോയതിനെക്കാട്ടി ടപ്പേത് തിരിച്ച് അവർ ഓടാൻ തുടങ്ങി. തോറ്റു തുന്നം പഠിച്ചോ. ദൈവം അവരുടെ കൂടെ ഉണ്ട് എന്ന് വിചാരിച്ചാണ് അവർ പോകുന്നത്. എരിഹോ കോട്ട വലിയ കോട്ടയായിരുന്നു. അത് വളരെ വേഗത്തിൽ പിടിച്ചെടുക്കാൻ കഴിഞ്ഞത് കൊണ്ട് വളരെ കുറച്ച് ആളുകളുമായിട്ടാണ് അവർ പോയത്. അതുകൊണ്ട് തന്നെ പക്ഷേ ഹായ് പട്ടണത്തിലെ പടയാളികൾ വളരെ ശൂരപരാക്രമികളാണ്. അവരെന്ത് ചെയ്തു? അവരിവരെ ചാടപട ഓടിച്ചു കളഞ്ഞു. യുദ്ധത്തിൽ തോറ്റുപോയി ഇസ്രായേൽ. യോശുവയ്ക്ക് ഭയങ്കര വിഷമമായി. യോശുവ ദൈവസന്നിധിയിൽ നിന്ന് കരയാൻ തുടങ്ങി. ദൈവമേ, എന്തുകൊണ്ടാണ് ഞങ്ങൾ തോൽക്കുവാൻ കാരണമായി തീർന്നത്? എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയാതെ പോയത്? ദൈവമേ, ഞങ്ങളെ ഒന്ന് രക്ഷിക്കണേ, ഞങ്ങളെ സഹായിക്കണം, നീ എന്നോട് ഇതിനോട് മറുപടി പറയണം. യോശുവായിരുന്നു ദൈവസന്നിധി കരയാൻ തുടങ്ങി. യോശുവ കരയാൻ തുടങ്ങിയപ്പോൾ ദൈവം പറഞ്ഞു, യോശുവേ, നീ കരയേണ്ട ആവശ്യമില്ല, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. പക്ഷേ ഞാൻ നിങ്ങളുടെ കൂടെ യുദ്ധത്തിന് വന്നില്ല, ഞാൻ നിങ്ങളുടെ മധ്യേ ഇല്ലായിരുന്നു. യോശുവ ഞെട്ടിപ്പോയി. ദൈവമില്ലായിരുന്നു ഞങ്ങളുടെ കൂടെ യുദ്ധത്തിന്, അതുകൊണ്ടാണ് തോറ്റത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്തുകൊണ്ടായിരിക്കും ഈ ഇസ്രായേൽ ജനം തോക്കാൻ കാരണം? നമ്മൾ ചിലപ്പോൾ പറയും 2000 പേരും 3000 പേരുമായിട്ട് കുറച്ച് പേരായിട്ട് പോയതുകൊണ്ടാണ് അവർ തോറ്റത്. എന്നാൽ അതല്ല കാരണം. പിന്നെന്താണ്? അവരുടെ കൂടെ ദൈവമില്ലായിരുന്നു. യോശുവ ഭയങ്കരമായിട്ട് കരഞ്ഞു. ദൈവത്തോട് പറഞ്ഞു, എന്താ കാരണം? ദൈവമേ, നീ ഞങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ ഞങ്ങളെ യുദ്ധത്തിന് അയക്കരുത്. പിന്നെ നീ എന്തിനാ ഞങ്ങളെ അയച്ചു? ഞങ്ങൾ എങ്ങനെ അങ്ങനെ പോയി തോക്കാൻ കാരണം? എന്താണ് ഞങ്ങളുടെ മധ്യത്തിൽ നിന്ന് യഹോവ നീങ്ങി പോകാനുള്ള കാരണം എന്താണെന്ന് യോശുവ കരഞ്ഞ് ദൈവത്തോട് ചോദിച്ചു. യോശുവ പറഞ്ഞു, ഞാൻ ഇസ്രായേലിൽ അശുദ്ധി കണ്ടിരിക്കുന്നു, പാപം കണ്ടിരിക്കുന്നു.
യോശുവ പറഞ്ഞു, ഞങ്ങൾ ഇസ്രായേൽ ജനത്തിനിടയിൽ പാപം അതെങ്ങനെയാണ്? ഞാൻ എന്താണ് നിങ്ങളോട് പറഞ്ഞത്? യെരിഹോ കോട്ട പിടിക്കുമ്പം അവിടുന്ന് യാതൊന്നും നിങ്ങൾ എടുത്ത് സൂക്ഷിക്കരുത് എന്ന് പറഞ്ഞത്. പക്ഷേ നിങ്ങളിൽ ഒരാൾ പാപം ചെയ്തിരിക്കുന്നു, മോഷ്ടിച്ചിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ യോശുവ ആകെ കരഞ്ഞ് നിലവിളിച്ച്, ദൈവമേ ഞങ്ങളോട് ക്ഷമിക്കണമേ. ദൈവം പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ നിങ്ങളുടെ പാളയത്തെ ശുദ്ധീകരിക്കുക, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. പാപം ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ദൈവത്തോട് ഏറ്റു പറയണം, അല്ലേ? അത് ശുദ്ധീകരണം സംഭവിക്കണം, ഇല്ലെങ്കിൽ ആ പാപം നമുക്ക് നിലനിൽക്കും. അതുകൊണ്ട് യോശുവ വളരെ വേഗത്തിൽ ഇസ്രായേൽ ജനത്തെ വിളിച്ചു വരുത്തി, നമ്മളിൽ ആരാണ് പാപം ചെയ്തത് അന്വേഷിക്കാൻ തുടങ്ങി. ഇസ്രായേൽ ഗോത്രങ്ങൾ 12 ഗോത്രങ്ങൾ, ഇല്ലേ? രൂബേൻ മുതൽ ബെന്യാമീൻ വരെയുള്ള 12 ഗോത്രങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ ഇസ്രായേൽ ഗോത്രങ്ങൾ എത്ര എണ്ണം ഉണ്ട്? 12 എണ്ണം. ഈ 12 ഗോത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ കാണാതെ പഠിച്ചിട്ട് അങ്കിളിനെ അയച്ചു തരണം കേട്ടോ. ഇസ്രായേൽ ഗോത്രങ്ങൾ 12 ഗോത്രങ്ങളുടെ പേരുകൾ അതെവിടാണെന്നറിയാമോ? നിങ്ങൾക്ക് പഠിക്കാൻ അങ്കിൾ എളുപ്പമുള്ളൊരു മാർഗം പറഞ്ഞുതരാം. നമ്മുടെ പുസ്തകത്തിൻ്റെ ഏറ്റവും ബാക്കിലത്തെ കുറേ പടങ്ങളൊക്കെ ഈ ഇസ്രായേലിൻ്റെ മാപ്പൊക്കെ വരച്ചേക്കുന്ന ഒരു പേജില്ലേ, അവിടെ ഒരു സൈഡിൽ എഴുതിയിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ബൈബിളിൽ എടുത്ത് നോക്കണം. ഇസ്രായേലിൽ 12 ഗോത്രങ്ങളുടെ പേര് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ നോക്കണം കേട്ടോ. നോക്കിയത് പഠിക്കേണ്ട വീഡിയോ കാണാതെ പറഞ്ഞ് വീഡിയോ എടുത്ത് അങ്കിളിനെ അയച്ചിരണം. എക്സൽ ഓൺലൈൻ സൺഡേ സ്കൂളിൻ്റെ ഉണ്ട്, അല്ലെങ്കിൽ എക്സൽ VBSൻ്റെ പേജിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഹാഷ്ടാഗ് ചെയ്ത് അയച്ചാൽ മതി. ഓക്കെ, അപ്പം 12 ഗോത്രങ്ങളെക്കുറിച്ച് നിങ്ങൾ പഠിക്കണം, പഠിച്ചിട്ട് കാണാതെ പറയണം. ഓക്കെ, അപ്പോൾ ഇസ്രായേലിലെ 12 ഗോത്രങ്ങളും ഈ പാളയത്തിലുണ്ട്. യോശുവ അവിടെ ചെന്ന് ഈ ഓരോ ഗോത്രങ്ങളെയും കുലമായിട്ട് വിളിക്കാൻ തുടങ്ങി, ഓരോ ഗോത്രമായിട്ട് വിളിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ യഹൂദ ഗോത്രം പിടിക്കപ്പെട്ടു. അപ്പോൾ ബാക്കിയുള്ള 11 ഗോത്രങ്ങളെ മാറ്റി അവരല്ല കുറ്റം ചെയ്തത്. അങ്ങനെ യഹൂദ ഗോത്രത്തിൽ നിന്ന് അവിടെ കുലമായി വരുത്താനായിട്ട് തുടങ്ങി. അങ്ങനെ സഹർസയുടെ കുലത്തെ പിടിച്ചു. അപ്പോൾ ബാക്കിയുള്ള കുലങ്ങളെല്ലാം മാറി. അങ്ങനെ സോർട്ട് ഔട്ട് ചെയ്ത് അവസാനം സബദിയുടെ മകനായ കർമ്മിയുടെ മകനായ ആഖാൻ എന്ന് പറഞ്ഞയാൾ പിടിക്കപ്പെട്ടു. ആരാണ് അപ്പോൾ തെറ്റ് ചെയ്തത്? ആഖാൻ. അവൻ്റെ പേരെന്താണ്? തെറ്റ് ചെയ്ത ആളുടെ പേരെന്താണ്? ആഖാൻ. പാപം ചെയ്തവൻ്റെ പേരെന്താണ്? ആഖാൻ. എന്താ തെറ്റ് ചെയ്തത്? യോശുവ ചോദിച്ചു, നീ എന്താ തെറ്റ് ചെയ്തത്? ആഖാൻ പറഞ്ഞു, ഞാൻ ദൈവത്തോട് പാപം ചെയ്തു. ശരിയാണ്. എന്താ ചെയ്തതെന്നറിയാമോ? ഞാൻ അവിടുന്ന് നമ്മൾ യെരിഹോ പട്ടണം ചെന്ന് കണ്ടില്ലേ, അവിടെ യുദ്ധം ചെയ്ത് അവിടെ പിടിച്ചടക്കാനായിട്ട് നമ്മൾ പോയ സമയത്ത് ഞാൻ അവിടെ കുറേ സ്വർണവും വെള്ളിയും കുറേ നല്ല സാധനങ്ങളൊക്കെ എന്ത് ചെയ്തു, കണ്ടു. എനിക്കത് കണ്ടിട്ട് അതിനോട് ഇഷ്ടം തോന്നി. അപ്പം ഞാൻ ദൈവം പറഞ്ഞതൊന്നും ഓർത്തില്ല. ഞാനതെന്ത് ചെയ്തു, എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ആരും കാണാതിരിക്കാൻ എൻ്റെ വീടിൻ്റെ നടുക്ക് ഞാൻ കുറച്ച് മണ്ണൊക്കെ മാറ്റി അതിനകത്ത് കുഴിച്ചിട്ടിട്ടുണ്ട്. വെള്ളിയുണ്ട്, സ്വർണ്ണമുണ്ട്, ഇതെല്ലാം കൂടെ ഞാൻ ആരും കാണാതെ അവിടെ കുഴിച്ചിട്ടേക്ക്. യോശുവ പറഞ്ഞു, മോനെ, നീ എന്തിനാണ് ഇങ്ങനെ ഇസ്രായേലിനോട് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തത്? നീ ചെയ്ത പാപം മുഖാന്തരം ഹായി പട്ടണത്തെ പിടിക്കാൻ പോയി നമ്മൾ തോറ്റുപോയി. നിന്നിൽ പാപമുള്ളത് കൊണ്ട് യഹോവ നമ്മുടെ പാളയത്തെ വിട്ടുമാറി, നമ്മളത് കാരണം തോറ്റുപോയി. പെട്ടെന്ന് യോശുവ ആളുകളോട് പറഞ്ഞു, അത് അവിടെ ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് അവിടുന്ന് സാധനം എടുത്തു. ആഖാനെ കണ്ടു. ആഖാനെ അവൻ കൊണ്ടുവച്ചു. യോശുവ പറഞ്ഞു, നീ ചെയ്തത് തെറ്റല്ല. നീ കാരണം ഇസ്രായേൽ ജനത്തിന് മൊത്തത്തിൽ പരാജയം സംഭവിച്ചു, തോൽവി സംഭവിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട്? നീ തെറ്റ് ചെയ്തതുകൊണ്ട്, നീ പാപം ചെയ്തതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു. പാപം ചെയ്താൽ ദൈവം നമ്മുടെ കൂടെ നിൽക്കില്ല. നീ ഒരാൾ കാരണം വലിയ പട്ടണമായ യെരിഹോ കോട്ട നമുക്ക് വളരെ സിമ്പിളായി പിടിക്കാൻ കഴിഞ്ഞു. കാരണം എന്താ? ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. വളരെ ചെറിയ പട്ടണമായ ഹായ് പട്ടണം നമുക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ലേ? എന്തുകൊണ്ട്? ദൈവം നമ്മുടെ കൂടെ ഇല്ലായിരുന്നതുകൊണ്ട്. ദൈവം ഇല്ലാതിരിക്കാൻ കാരണം എന്താണ്? ഇസ്രായേലിൽ പാപം കണ്ടു. ആരാ പാപം ചെയ്തത്? ആഖാനായ നീ. ഇത് കഴിഞ്ഞപ്പോൾ യോശുവയ്ക്ക് ഇഷ്ടപ്പെടില്ല. യോശുവ ആഖാനെ പാളയത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി, അവൻ്റെ സാധനങ്ങളെല്ലാം കൊണ്ടുപോയി വെളിയിലേക്ക് കൊണ്ടുപോയി. അവനെ അവിടെ വെച്ച് കല്ലെറിഞ്ഞ് കൊന്നുകളഞ്ഞു. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ദൈവം ഇസ്രായേലിനെ നോക്കിയപ്പോൾ പാപം കണ്ടതുകൊണ്ട് ഇസ്രായേലിൽ നിന്ന് മാറിപ്പോയി. അതുമൂലം ആ ഇസ്രായേൽ ജനത്തിന് വലിയ പരാജയം സംഭവിക്കുവാനായിട്ട് കാരണമായി. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളോട് അങ്കിളിന് പറയാൻ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിലെ പാപം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ വളരെ വേഗത്തിൽ തന്നെ യേശുപ്പച്ചനോട് ഏറ്റുപറയുക, അത് ഉപേക്ഷിക്കുക.
തെറ്റ് ചെയ്യാതിരിക്കാൻ നമ്മൾ നോക്കുക. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ, പണ്ട് അന്നത്തെ കാലത്ത് അവർ കല്ലെറിഞ്ഞ് കൊന്നായിരിക്കാം, പക്ഷേ ഇന്ന് യേശുപ്പച്ചൻ നമ്മളെ അങ്ങനെ ചെയ്യത്തില്ല. നമ്മളെ സ്നേഹിക്കുന്ന ഒരു യേശുപ്പച്ചനാണ്. പാപം ചെയ്ത് മനുഷ്യൻ നഷ്ടപ്പെടുന്നത് കാണാൻ താല്പര്യമില്ലാത്ത യേശുപ്പച്ചനാണ്. യേശുപ്പച്ചൻ്റെ അടുക്കൽ ചെന്ന്, യേശുപ്പച്ച എൻ്റെ പാപങ്ങളെ എന്നോട് ക്ഷമിക്കണമേ, എന്നെ യേശുപ്പച്ചൻ്റെ പൈതലായി മാറ്റണമേ എന്ന് കരഞ്ഞു പറഞ്ഞാൽ യേശുപ്പച്ചൻ നമ്മളെ ചേർത്ത് പിടിക്കും. യേശുപ്പച്ചനെ നമ്മളെ വീണ്ടും നമ്മുടെ പൈതങ്ങളാക്കി യേശുപ്പച്ചൻ നമ്മളെ മാറ്റും. ആ സ്നേഹമുള്ള യേശുപ്പച്ചൻ്റെ അടുക്കലേക്ക് ഒന്ന് ഓടിച്ചെല്ലാമോ? യേശുപ്പ, കഴിഞ്ഞ നാളുകളിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ വന്നുപോയ കുറ്റങ്ങളുണ്ടാവാം, കുറവുകളുണ്ടാകാം, അതൊക്കെ എന്നോട് ക്ഷമിക്കണമേ, എന്നെ നിൻ്റെ പൈതലാക്കി മാറ്റണമേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാമോ? യേശു നിങ്ങളെ സഹായിക്കട്ടെ. നമ്മൾ പഠിച്ചത്, നമ്മുടെ ജീവിതത്തിൽ പാപമുണ്ടെങ്കിൽ പാപം ചെയ്യരുത്. പാപം ചെയ്യുവാൻ വേണ്ടിയിട്ടല്ല നമ്മളെ യേശു ഭൂമിയിലാക്കുന്നത്, ദൈവം പറഞ്ഞത് അനുസരിക്കാൻ. പാപം എന്താണ്? ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് എന്താണ്? അതെല്ലാം പാപമാണ്, അല്ലേ? അങ്ങനെയാണെങ്കിൽ പാപമില്ലാതെ നല്ല കുഞ്ഞുങ്ങളായി ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മളെ തന്നെ യേശുപ്പച്ചൻ്റെ കരങ്ങളിൽ കൊടുക്കുക. കർത്താവേ, എന്നെ നല്ല പൈതങ്ങളാക്കി മാറ്റണമേ, ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ ക്ഷമിക്കുമാറാകണമേ, പാപം ചെയ്യാതെ ജീവിപ്പാൻ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടെ ആയിരുന്നാട്ടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ ഈ ആഴ്ചത്തെ വാക്യം നമുക്ക് പഠിക്കാം. 1 യോഹന്നാൻ്റെ ലേഖനം 3-ാം അധ്യായം 4-ാം വാക്യം. ഈ ആഴ്ചത്തെ മനപ്പാഠം നമുക്ക് പഠിക്കാം. 1 യോഹന്നാൻ 3:4. എല്ലാവരും അങ്കിളുടെ കൂടെ ചേർന്ന് പറയണം. പാപം ചെയ്യുന്നവൻ എല്ലാം അധർമ്മം ചെയ്യുന്നു. പാപം അധർമ്മം തന്നെ. എന്താണ്? പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മം ചെയ്യുന്നു, പാപം അധർമ്മം തന്നെ. ഒന്നുകൂടെ പറയാം. 1 യോഹന്നാൻ 3-ാം അധ്യായം 4-ാം വാക്യം. പാപം ചെയ്യുന്നവൻ എല്ലാം അധർമ്മം ചെയ്യുന്നു, പാപം അധർമ്മം തന്നെ. അപ്പോൾ കൂട്ടുകാരെ, ഈ വാക്യം കാണാതെ പഠിക്കണം. നമ്മുടെ വേദഭാഗം അങ്ങൾ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം 8-ാം അധ്യായമാണ്. ഈ അധ്യായത്തിലാണ് നമ്മൾ ആഖാനെക്കുറിച്ച് പഠിക്കുന്നത്, അല്ലേ? ആഖാൻ ചെയ്ത ഒരു പാപം കാരണം, ഇല്ലേ? അല്ലെങ്കിൽ നമ്മളിപ്പം പഠിച്ച മനപ്പാഠം പോലെ പാപം ചെയ്യുന്നവൻ അധർമ്മം ചെയ്യുന്നു, പാപം അധർമ്മം തന്നെ. അങ്ങനെയാണെങ്കിൽ ഈ അധർമ്മം എന്താണ്? ഈ ആഖാൻ ചെയ്തത് അനുസരണക്കേട് കാണിച്ചു. എന്ത്? അവിടെ നിന്നൊന്നും എടുക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ ഇവൻ എന്ത് ചെയ്തു? അവന് കണ്ണിന് ഇമ്പമായത്, അവന് ഇഷ്ടപ്പെട്ടതൊക്കെ എന്ത് ചെയ്തു? ആരും കാണാതെ എടുത്ത് മോഷ്ടിച്ചുകൊണ്ട് അവൻ്റെ പാളയത്തിൽ കൊണ്ടുവച്ചു. അതുമൂലം ദൈവം അവരുടെ മധ്യത്തിൽ നിന്ന് മാറിപ്പോയി. അത് കാരണം എന്ത് പറ്റി? ചെറിയ പട്ടണമായ ഹായ് പട്ടണത്തോട് തൂക്കുവാനിടയായി. അങ്ങനെ അവരിൽ നിന്ന് പാപം കണ്ടതുകൊണ്ട് ദൈവം മാറിപ്പോയി. നമ്മുടെ ജീവിതത്തിൽ പാപം കണ്ട ദൈവം നമ്മുടെ കൂടെ നിൽക്കുമോ? ഇല്ല. ദൈവം പാപത്തെ സ്നേഹിക്കുന്നില്ല, മറിച്ച് പാപികളെ സ്നേഹിക്കുന്നു. ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തോട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. പാപം ചെയ്യാതെ നല്ല കുട്ടികളായി ജീവിപ്പാൻ സഹായിക്കട്ടെ. ദയച്ചു നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ സ്വർഗത്തിലെ അപ്പച്ച, പാപം ചെയ്യാതെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെയും കുറ്റങ്ങളെയും അപ്പച്ച ഞങ്ങളോട് ക്ഷമിക്കണമേ. നിൻ്റെ പൈതങ്ങളാക്കി ഞങ്ങളെ മാറ്റുമാറാകണം. ദൈവവചനത്തിൽ ജീവിപ്പാൻ, അങ്ങ് പറയുന്നത് പ്രകാരം ജീവിപ്പാൻ, അനുസരണയോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു.